നിങ്ങൾ ഈ BJP-യെ വളർത്തിക്കൊണ്ടുവരാൻ ഏത് കാലത്തും അവന്റെ പിറകിൽ നിന്നവരാണ്. അല്ലെന്ന് പറയോ? ഇതാ നിങ്ങൾ എഴുതി വെച്ചോളൂ. കേരളത്തിൽ അതിന്റെ കൂട്ടുകെട്ട് തുടങ്ങുകയാണ്. ആ കൂട്ടുകെട്ട തൃശ്ശൂരിലെ കൂട്ടുകെട്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിസ്സാരമാണെന്ന് വിചാരിക്കണ്ട. തൃശ്ശൂരിൽ വിട്ടുകൊടുക്കുന്ന CPI-ക്കാണ്. കാലുവാരാ സുഖാണ്. CPI-കാരുടെ സീറ്റ് കൊടുക്കും. BJP-യുമായി സഖ്യം ചെയ്യും. എന്താ തൃശ്ശൂർ സഭ സഖാക്കള് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് പറയാണ്, വള്ളിക്കുന്ന് നിന്ന് പറയാണ്. അതൊക്കെ വെറുതെ ലീഗുകാർ പറയണതല്ലേ. ഒരു ലീഗുകാർ വെറുതെ പറയണമല്ല. നിനക്കത് ഇഷ്ടമല്ല എന്ന് സഖാബിന്റെ ഉള്ളറിയുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ നേതാക്കന്മാര് നിങ്ങളത് പിണറായി വിജയൻ എന്നല്ലേ പേര്, മുപ്പരെ മോളെ പേര് വീണാന്നല്ലേ അല്ലേ? അങ്ങനെയെങ്കിലും മോനെ ഇത് വിട്ടുകൊടുക്കാതെ രക്ഷ ഉണ്ടാവില്ല. അല്ലെങ്കിൽ വീണ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ലാഷക്ക പീകി. ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട. അതിനകത്ത് ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്ക് വീണനെ കിട്ടണോ? തൃശ്ശൂർ കൊടുക്ക്. തൃശ്ശൂർ കൊടുക്കൂലേ? വീണ ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു ത്യാഗമെങ്കിലും ചെയ്യാൻ വേണ്ടി പറയും. SFIക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചിട്ടില്ല, പാർട്ടി യോഗങ്ങളിൽ പോയി മഹിളാ ക്ലാസുകൾ എടുത്തിട്ടില്ല. എന്നാൽ പാർട്ടിക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് ജയിലിൽ കടന്നാലും തരക്കടില്ല. ദയവ് ചെയ്ത് രാജ്യത്തെ ഒറ്റുകൊടുക്കരുത് CPM-കാരാ തൃശ്ശൂരിൽ. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ. നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ. അവിടേക്ക് SFIയോ എന്താ പറഞ്ഞത്? ഇന്നലെ സംഭവിച്ച കാര്യം നിങ്ങൾ കേട്ടില്ലേ? കോടതിയിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? നിങ്ങൾ ഈ കോടതിയെ വാദിക്കാൻ വേണ്ടി നിങ്ങൾ ഹൈക്കോർട്ടിൽ കൊണ്ടുവന്ന വക്കീലാരാന്നറിയോ? നിങ്ങൾ ചെറിയ വക്കീല വൈദ്യനാഥൻ. ഒരു സിറ്റിംഗിന് നിങ്ങൾ കൊടുത്തത് 50 ലക്ഷം ഉറുപ്പിയാണ്. ഞങ്ങളൊക്കെ കുടുക്കി. എന്റെ പേരിൽ കുറെ കേസുകൾ എടുത്തു. നമ്മൾ വക്കീലിനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മളെ കയ്യിലെ പൈസയാണ്. പാർട്ടിയുടെ പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. 10 ഉറുപ്പ്യ. കാര്യം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയല്ല എന്റെ കേസ് നടത്തേണ്ടത്. എന്റെ പേരിൽ അഴിമതിയുടെ പേര് വന്നാൽ ആ അഴിമതിയിൽ നിന്ന് മോചിതനായിട്ട് വേണം നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ വന്ന് നിൽക്കാൻ എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ എന്റെ പൈസ എടുത്തിട്ടാണ് കേസ് നടത്തിയത്. 1 ഉറുപ്പ്യ പാർട്ടിയോട് വാങ്ങിയിട്ടില്ല. ഇത് എന്റെ സുഹൃത്ത് നവാസ് ഇവിടെ ഉണ്ട്, നേതാക്കന്മാരുണ്ട്, അറിയോ നിങ്ങള്? 1 ഉറുപ്പ്യ വാങ്ങിയിട്ടില്ല. ഞാൻ പൈസ കൊടുത്തിട്ടാണ് കേസ് നടത്തിയത്. എന്നാൽ നിങ്ങളെ മോളെ കേസ് നടത്താൻ ഈ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾ ആ കേസ് നടത്തിയത് അല്ലേ? 50 ലക്ഷം കൊടുത്തു. അവിടെ മാത്രമല്ല, കർണാടകയിലെ വക്കീൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അരവിന്ദ് പി ദത്താർ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ വക്കീലാണ്. 50 ലക്ഷത്തിൽ നിൽക്കൂല. ആ 2 കോടതിയും പുല്ലുപോലെ വലിച്ചെറിഞ്ഞു നിങ്ങളുടെ ഈ 2 കേസുകളും. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ കേസുകൾ വലിച്ചെറിഞ്ഞല്ലോ. എന്താ അവർ പറഞ്ഞത്? കോടതി ചോദിച്ച ഒരു ചോദ്യം എന്താ അറിയോ? നിങ്ങൾക്ക് എന്തിനാ ഇത്ര ഭയം എന്നാണ്? എന്തിനാ നിങ്ങൾക്ക് ഇത്ര പേടി എന്നാണ്? എനിക്ക് വലിയ ഇഷ്ടമായ ഒരു കാര്യം നിങ്ങൾ കേൾക്കണോ? ഇന്നലെ എന്താണെന്നറിയോ? ഈ പറയുന്ന വക്കീല് കർണാടക കോടതിയിൽ പറയാൻ, പുലി പോലത്തെ വക്കീലാണ്. അയാൾ പറയാൻ, ഈ കേസ് SFIക്ക് ഏൽപ്പിക്കരുത്. എന്നിട്ട് രണ്ടാമത് പറയാൻ, എന്താ കാര്യമെന്ന് കോടതി ചോദിച്ചപ്പോ, അറസ്റ്റ് ഞങ്ങൾക്ക് ഭയമുണ്ടല്ലേ പിണറായി വിജയ? മോളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയമുണ്ടല്ലേ? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് MLA ആയിരുന്ന എന്നെ ഒരു ദിവസമെങ്കിലും ജയിലിലടക്കണമെന്ന് കരുതിയിട്ട് എന്റെ പിറകിൽ കൂടിയ പോലീസിനെ തുള്ളി മാറിയാണ് ഞാൻ ആ സമയത്ത് മാറി നിന്നത്. എനിക്കറിയാം അന്നത്തെ ഓട്ടത്തെക്കുറിച്ച്, നിങ്ങൾ പീഡിപ്പിച്ച പീഡനത്തെക്കുറിച്ച്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഞങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് 4 കേസെടുക്കുമ്പോഴത്തേക്ക് നാവും മടക്കി കെട്ടി വീട്ടിൽ പോയി നിശബ്ദമായിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഒരു ജനം ഇവിടെ ഇരിക്കുന്ന ഈ ലീഗുകാരില്ലേ, അവരല്ലേ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്? അവരല്ലേ എന്നോട് ഇവിടെ വന്ന് പ്രസംഗിക്കാൻ എന്നെ ഏൽപ്പിച്ചത്? അവരല്ലേ എനിക്ക് സ്ഥാനം തന്നത്? അവരല്ലേ എന്നെ MLA ആക്കിയത്? എന്തിനാ MLA ആക്കിയത്? നിയമസഭയിൽ പോയിട്ട് മേപ്പട്ടോക്കി ഉറങ്ങി കിടക്കാനാണോ? അല്ലല്ലോ. അവിടെ മുഖ്യമന്ത്രി കക്കുമ്പോ ഇവൻ കള്ളനാണെന്ന് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. 2020 ഇന്നലെ കർണാടകയിലെ കോടതി ആ വിധിന്യായം പുറത്തു വരുമ്പോ എനിക്കൊരു ഉൾപ്പൊളകമുണ്ട്. എന്തെന്നറിയുമോ? എന്റെ കുടുംബത്തിൽ പീഡിപ്പിക്കപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, കണ്ടോ, ഇതിനു വേണ്ടിയാണ് ഞാൻ സമരം ചെയ്തത്, ഇതിനു വേണ്ടിയാണ് ഞാൻ വാക്ക് പറഞ്ഞത്. 2020 കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണു കള്ളൻ, നിങ്ങളുടെ കുടുംബമാണ് കള്ളൻ. 24 ആ കോടതി അത് അംഗീകരിച്ച് പുറത്തു വരുന്നത്. ചെവിയിൽ നുള്ളി കാത്തിരുന്നോ CPM-കാരാ? ഈ കട്ടുകൊണ്ടുപോയ മുതല് മക്കൾക്കും മരുമക്കൾക്കും ഇതിന്റെ ഇടയിൽ കൂടെ തിന്നാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കക്കിച്ചു കളയുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓർത്തോ, ആയുസ്സുണ്ടെങ്കിൽ അതിനിടയിൽ നിന്റെ കിങ്കരന്മാർ ഞങ്ങളെ ജീവൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ, ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല. ഈ കട്ടവനെ കൊണ്ട് അതവിടെ കൊണ്ടുപോയി ഖജനാവിൽ വെപ്പിക്കുന്നത് വരെ ഞങ്ങൾ സമരം. അല്ലാതെ വേറെ ചില സമരങ്ങളുണ്ട്. എന്താ പരിപാടി? ഭരണം കിട്ടുന്നവരെ വമ്പിച്ച വർത്താനം. എന്നിട്ട് ഭരണം കിട്ടിയാലും മിണ്ടാതിരിക്കാന്നുള്ള രീതി ഉണ്ടാവും അല്ലേ?
അതെന്നെ ഉണ്ടാവില്ല. ഉറപ്പിച്ചു പറ്റോ, ഞങ്ങൾക്ക് ആയുസ് ഉണ്ടെങ്കിൽ ആ പണി നടക്കില്ല എന്ന് ഉറപ്പിച്ചു.